ഫ്രീ ആയിട്ട് ഒരു ഇൻവെസ്റ്റർ വിസ കിട്ടുമെന്ന് ചോദിച്ചാൽ പല എൻക്വയറീസും വരാറുണ്ട്. ശരിക്കും അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റർ വിസ ഫ്രീ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുത്ത് നിന്ന് 1000 ദിർഹംസ് മേടിക്കും, അടുത്ത ആളുടെ അടുത്ത് നിന്ന് 1000 ദിർഹംസ് മേടിക്കും, മൂന്നാമത് ഒരാളുടെ അടുത്ത് നിന്ന് 1000 ദിർഹംസ് മേടിക്കും. ഓരോ രാജ്യത്തിൻ്റെ റൂൾസിനനുസരിച്ച് ഒരു കമ്പനിക്ക് ഇത്ര ഇൻവെസ്റ്റർ വിസ കിട്ടുമെന്നുള്ള ലിമിറ്റ് ഉണ്ട്. ഒമാനിലൊക്കെ പറയുകയാണെങ്കിൽ അറൗണ്ട് അപ് ടു 4-5 ഇൻവെസ്റ്റർ വിസാസ് കിട്ടും. അപ്പോൾ അത്രയും ആൾക്കാരുടെ അടുത്തുനിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് 2000-3000 വെച്ച് കണ്ട് ഈ ഏജൻറ്റ് ഇൻവെസ്റ്റർ വിസയ്ക്ക് മേടിക്കും. എന്നിട്ട് അവരെല്ലാം കൂടി കൂട്ടി മിക്സാക്കി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യും. പക്ഷെ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ മറ്റാരൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അവിടെ മറ്റെന്തെങ്കിലും പാർട്ട്നേഴ്സ് ആ കമ്പനിയുടെ പേര് വെച്ച് ലിയാബിലിറ്റീസ് മാർക്കറ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാലോ എന്തെങ്കിലും അവർ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ചെക്ക് കൊടുത്ത് ചെക്ക് റിട്ടേൺ, അതല്ലെങ്കിൽ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ ഗ്യാരണ്ടി കൊടുത്താലും മതിയല്ലോ. ലിയാബിലിറ്റി വന്നു, ആ പാർട്ണർ ആ രാജ്യത്ത് നിന്ന് കയറി പോയി, അതല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റിൽ ആവില്ല, കേസ് വരും. ആ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്ത് കമ്പനി ഏതാണ് ഓക്കെ, ആ കമ്പനിയുടെ പാർട്ണറാണ് ഓക്കെ, അവർക്ക് എല്ലാവർക്കും ട്രാവൽ ബാൻ, അതല്ലെങ്കിൽ ആ കേസ് വരും. ആരെയാണോ കിട്ടുന്നത് അവരെ കുറിച്ച് ഉള്ളിലിട്ട് അതിൻ്റെ ആക്ഷൻസ് കാര്യങ്ങളെല്ലാം എടുക്കും. ഇൻവെസ്റ്റർ വിസ എടുത്ത ആൾ ലോക്കായില്ലേ. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെ പോകുമ്പോൾ മാക്സിമം അത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്.